പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം. ഹിസ്ബുള്ള ഇസ്രായേൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നു എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇസ്രായേൽ യുദ്ധകാര്യ ക്യാബിനറ്റ് വെടിനിർത്തൽ കരാർ അംഗീകരിക്കുകയും അത് ബെഞ്ചമിൻ നെതന്യാഹു പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ബുധനാഴ്ച ലബനീസ് സർക്കാർ ഈ കരാർ അംഗീകരിച്ചാൽ ഇത് പ്രാബല്യത്തിൽ വരുമെന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഉത്കണ്ഠാകുലമാക്കുന്ന കാര്യമെന്ന് വെച്ചാൽ ഇതൊരിക്കലും ലബനാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമല്ല. ലബനീസ് സൈന്യം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതായി നമുക്ക് അറിയത്തുമില്ല. ഈ യുദ്ധം ചെയ്യുന്നത് ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലാണ്. ഹിസ്ബുള്ളയുടെ പ്രതികരണം വരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹിസ്ബുള്ളയെ സംബന്ധിച്ച് ലബനാൻ സർക്കാരിനേക്കാൾ കൂടുതൽ അവർക്ക് വിധേയത്വമുള്ളത് ഇറാനോടാണ്. ഇറാൻ്റെ ഒരു ഷിയ ആത്മീയതയുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സായുധ സംഘടനയാണ് ഹിസ്ബുള്ള. അവർക്കൊരിക്കലും ലബനാനോടല്ല കൂടുതൽ അടുപ്പം, മറിച്ച് ഇറാനോടാണ്. ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള ഖംനൈയോടാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ അനുവദിച്ചാൽ മാത്രമേ ഒരു വെടിനിർത്തൽ പ്രാബല്യ കരാർ ഒപ്പിടുന്നതിലേക്ക് ഹിസ്ബുള്ള തയ്യാറാകൂ എന്നാണ് എൻ്റെ വിശ്വാസവും വിലയിരുത്തലും. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും അതിന് അനുകൂലമോ പ്രതികൂലമോ ആയ ഒരു പ്രതികരണവും വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള ഖംനൈ ഇന്നലെ ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടി ഉണ്ടാകും, അതിനുള്ള പ്രിപ്പറേഷനിലാണ് രാജ്യം, ജനങ്ങളെ അതിനെ സജ്ജരാക്കുകയാണ്, ഉദ്യോഗസ്ഥന്മാരോട് അത് തയ്യാറാകാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ ഇറാനെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ള ഈ കരാറുമായി മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ കരാറിൽ ഒളിഞ്ഞിരിക്കുന്ന ഇസ്രായേലിലെ ഏകപക്ഷീയതയാണ് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വാസ്തവം. ഇസ്രായേലിന് തിരിച്ചടികൾ ഉണ്ടായപ്പോൾ ഇസ്രായേൽ അനുകൂല രാഷ്ട്രങ്ങൾ ഇടപെട്ട് നടത്തിയ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയായി മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. കാരണം ഇത് പറയുന്നത് തന്നെ കാരണമുണ്ട്. പത്രസമ്മേളനത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞ കാര്യങ്ങളുണ്ട്. കാരണം ഇറാൻ ആക്രമിക്കാൻ തുനിയുകയാണ്, ഇറാനെതിരെ കൂടുതൽ സജ്ജീകരണങ്ങൾ ആവശ്യമായിട്ടുണ്ട്, സൈനികത്തിന് റെസ്റ്റ് കൊടുക്കണം. കാരണം ഇസ്രായേൽ സൈന്യം നീണ്ട കാലയളവിൽ യുദ്ധത്തിലാണ്. നമുക്കറിയാം, ഒരുപാട് ആളുകൾ പരിക്കേറ്റു, ഒരുപാട് ഇസ്രായേലി സൈനികർ കൊല ചെയ്യപ്പെട്ടു. അപ്പോൾ സൈനികർക്ക് റെസ്റ്റ് വേണം, ആയുധ സാമഗ്രികൾ സജ്ജീകരിക്കണം. അപ്പോൾ ഇസ്രായേലിന് എങ്ങനെയും ഇത് ഒരു താൽക്കാലികമായിട്ടെങ്കിലും ഇവിടെ ഒരു വെടിനിർത്തൽ ഹിസ്ബുള്ളയുമായിട്ട് ഉണ്ടാക്കിയേ പറ്റൂ. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് പോലെ ഇസ്രായേലിൻ്റെ മഹത്വം പറയുകയല്ല, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വാക്കുകൾ തന്നെയാണ്. നമ്മൾക്ക് ഇന്ന് പത്രങ്ങളിലും അല്ലെങ്കിൽ മാധ്യമങ്ങളിലും ഒക്കെ നോക്കിയാൽ അത് കാണാൻ പറ്റും. ബെഞ്ചമിൻ നെതന്യാഹു ഹിസ്ബുള്ളയുമായിട്ട് വെടിനിർത്തലിന് പറയുന്ന കാരണങ്ങൾ, ഒന്ന്, ഇറാൻ ആക്രമിക്കാൻ സജ്ജമാവുകയാണ്, അപ്പോൾ കൂടുതൽ യുദ്ധസജ്ജീകരണത്തിന് സമയം വേണം. ഹിസ്ബുള്ളയുമായിട്ട് ഇങ്ങനെ നിരന്തരം ഫൈറ്റ് നടത്തിക്കൊണ്ടിരുന്നാൽ അത് പറ്റില്ല. കാരണം ഹിസ്ബുള്ള നല്ല പ്രഹരമാണ് കൊടുക്കുന്നത്. പട്ടാളക്കാർക്ക് വിശ്രമം വേണം, യുദ്ധസാമഗ്രികൾ സജ്ജീകരിക്കാൻ സമയം വേണം. ഈ 3 കാരണങ്ങളാണ് ഹിസ്ബുള്ളയുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെടുന്നതിന് ഇസ്രായേലിനെ നിർബന്ധിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാകും. അപ്പോൾ ഇറാനും കൂടി ആക്രമിച്ചാൽ ഇസ്രായേലിൻ്റെ കട്ടയും പോടും മടങ്ങും. അതുകൊണ്ടാണ് ഒരു സൈഡിൽ നിന്ന് എങ്ങനെയെങ്കിലും ഹിസ്ബുള്ളയെ തണുപ്പിച്ച് നിർത്തുക, ഹിസ്ബുള്ള യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഒരു തന്ത്രം ഇസ്രായേൽ സ്വീകരിക്കുന്നത്. പക്ഷേ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ പ്രതികരണം ഒന്നും വരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കാരണം അവർ ലബനൻ എന്ന രാജ്യത്തേക്കാൾ അവരുടെ കടപ്പാട് കൂടുതൽ ഷിയ മിലിറ്ററി ഗ്രൂപ്പായതുകൊണ്ട് തന്നെ ഷിയ രാജ്യമായ ഇറാനോടും അവരുടെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനൈയോടാണ് ആണ്. അതുകൊണ്ട് ലബനൻ സർക്കാരും ഇസ്രായേലും തമ്മിൽ നടത്തിയ ഈ വെടിനിർത്തൽ കരാർ എത്രത്തോളം ഹിസ്ബുള്ള അംഗീകരിക്കുന്നു എന്ന രീതിയിലൊന്നും റിപ്പോർട്ടുകൾ വരുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രാധാന്യം. പിന്നെ അതിലെ കുറച്ചു കരാറുകളാണ് ഹിസ്ബുള്ള അത് അംഗീകരിക്കുമോ എന്ന രീതിയിൽ ഒക്കെ സംശയമുളവാക്കുന്ന കാര്യങ്ങൾ. അതിൽ പറയുന്ന ഒന്ന്, ഹിസ്ബുള്ളയോ മറ്റ് സൈനിക ഗ്രൂപ്പുകളോ ഇസ്രായേലിനെ ആക്രമിക്കരുത് എന്നാണ് പറയുന്നത്. കരാറിൽ ഒരു വ്യവസ്ഥയാണ് പറയുന്നത്, ഹിസ്ബുള്ളയോ മറ്റു സൈനിക ഗ്രൂപ്പുകളോ ഒന്നും ഇസ്രായേലിനെ ആക്രമിക്കരുത്, അതുപോലെ ഇസ്രായേലും തിരിച്ചാക്രമിക്കില്ല. പിന്നെ ഉള്ള ഒരു വ്യവസ്ഥ, ആയുധങ്ങൾ വിൽക്കുന്നതോ വാങ്ങുന്നതോ വിപണനം ചെയ്യുന്നതോ ലബനീസ് സർക്കാർ മാത്രമായിരിക്കണം. സൈനിക ഗ്രൂപ്പുകൾ എന്ന് വെച്ചാൽ ഹിസ്ബുള്ള കൂടി ഉൾപ്പെടുന്ന സൈനിക ഗ്രൂപ്പുകൾക്ക് അത് അലൗഡ് അല്ല. അത് എത്രത്തോളം ഹിസ്ബുള്ളക്ക് അംഗീകരിക്കാൻ കഴിയും എന്നെനിക്കറിയില്ല. ഈ കരാറുകളിലെ ഒരു വ്യവസ്ഥയാണ് ഞാൻ പറയുന്നത്. കാരണം ഹിസ്ബുള്ള എപ്പോഴും ആയുധങ്ങൾ ഇറാനിൽ നിന്ന് ഒക്കെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കരാർ വ്യവസ്ഥ പ്രകാരം
ലബനീസ് സർക്കാരിന് മാത്രമേ ആയുധങ്ങൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ വിപണനം ചെയ്യുന്നതിനോ സാധിക്കുകയുള്ളൂ. ഈ കരാർ ഹിസ്ബുള്ള എങ്ങനെ അംഗീകരിക്കും എന്നതിനെപ്പറ്റി സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. കാരണം ഹിസ്ബുള്ള ഇറാനിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കുകയും അത് വിപണനം ചെയ്യുകയും അത് ആയുധ പരിശീലനം നൽകുകയുമൊക്കെ ചെയ്യുന്ന ഒരു സംഘടനയാണ് എന്നത് തന്നെയാണ്. പിന്നെ 60 ദിവസത്തിനുള്ളിൽ ലെബനനിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും എന്നതാണ്. 60 ദിവസത്തിനകം ഇസ്രായേൽ ലെബനനിൽ നിന്ന് പിൻവാങ്ങും. അത് പിൻവാങ്ങും എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ദിവസം പറയുന്നില്ല, 60 ദിവസത്തിനുള്ളിൽ എന്നാണ് പറയുന്നത്. തെക്കൻ ലെബനാനിൽ ലെബനീസ് സൈന്യത്തിന് മാത്രമേ പ്രവർത്തിക്കുവാൻ കഴിയൂ എന്നൊരു നിർദ്ദേശം കൂടി വരുന്നുണ്ട്. കാരണം തെക്കൻ ലെബനാനിൽ ലെബനാൻ ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളാണ്. അവിടെ ഹിസ്ബുള്ളയുടെ സാന്നിധ്യം ഒഴിവാക്കണം. അവിടെ സൈനികമായി ലെബനീസ് സൈന്യത്തിന് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് പറയുന്നു. പിന്നെ എല്ലാ ഔദ്യോഗിക സൈനിക താവളവും ലെബനീസ് സൈന്യത്തിൻ്റെ മാത്രമായിരിക്കണം. എന്ന് വെച്ചാൽ ഔദ്യോഗികമായിട്ട് അവിടെ സൈനികമായി ലെബനീസ് സൈന്യത്തിന് മാത്രമേ പ്രവർത്തിക്കുവാൻ കഴിയൂ എന്നൊരു കരാർ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഹിസ്ബുള്ളയ്ക്ക് സൈനികമായി അവിടെ പ്രവർത്തിക്കാനുള്ള കഴിവ് ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു കരാറും കൂടി ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം ഹിസ്ബുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നറിയില്ല. കാരണം ഒരു സൈനിക ഘടകമായിട്ടാണ് ഹിസ്ബുള്ള അവിടെ പ്രവർത്തിക്കുന്നത്. ഈ കരാർ പ്രകാരം ലെബനനിൽ ഒരു സൈനിക ഘടകമായി പ്രവർത്തിക്കുവാൻ ലെബനീസ് സൈന്യത്തിന് മാത്രമേ അവകാശമുള്ളൂ എന്ന രീതിയിലാണ് കരാർ വരുന്നത്. പിന്നെ ഹിസ്ബുള്ള അതിർത്തി പ്രദേശത്ത് നിന്ന് അവിടെ അതിർത്തി പ്രദേശത്ത് നിന്ന്, അതായത് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട അതിർത്തി പ്രദേശത്ത് നിന്ന് ഹിസ്ബുള്ള പിന്മാറും. അവിടെ UN സൈന്യം വരും, പിന്നെ ലെബനീസ് സൈന്യം അവിടെ. അപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് ഒരു കീഴടങ്ങലായിട്ടാണ് അത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള എത്രത്തോളം ആ കരാറിൽ അംഗീകരിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും കഴിയും എന്നറിയില്ല. കാരണം ഇസ്രായേലുമായി ബന്ധപ്പെട്ട അതിർത്തി പ്രദേശങ്ങളിൽ ലെബനീസ് സൈന്യം മാത്രം, ഒപ്പം UN സൈന്യം ഉണ്ടാകും. ഹിസ്ബുള്ള അവിടെ നിന്ന് പിൻവാങ്ങണം എന്ന ഒരു വ്യവസ്ഥയും കൂടിയുണ്ട്. ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് യുദ്ധം പൂർണ്ണമായും വിജയമായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച്. കാരണം ഹസൻ നസ്രള്ളയെ കൊല ചെയ്യപ്പെടുത്തി, ലെബനൻ്റെ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു, 1000-ൽ കൂടുതൽ ഹിസ്ബുള്ള സൈനികരെ കൊല ചെയ്യപ്പെടുത്തി. എങ്ങനെയൊക്കെയാണ് ഈ യുദ്ധത്തിൻ്റെ വിരാമം വിടുമ്പോൾ, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ താൽക്കാലിക വെടിനിർത്തൽ വിടുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ അവകാശവാദം. പക്ഷേ അത് എത്രത്തോളം സത്യമാണ് എന്ന് അറിയില്ല. കാരണം ശക്തമായ തിരിച്ചടികളാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. മിക്കപ്പോഴും ഹൈഫ അങ്ങനെ മുതലായ പട്ടണങ്ങൾ തന്നെ ഹിസ്ബുള്ള ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ അത് ശക്തമായി തന്നെ ആക്രമിക്കുകയും 10,000-കണക്കിന് ജൂത കുടിയേറ്റക്കാരെ അഭയാർത്ഥികളായി ഉണ്ടാക്കാനുമൊക്കെ ഹിസ്ബുള്ള ശ്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ബങ്കറുകൾക്കുള്ളിൽ അഭയം തേടേണ്ടി വന്നു അഭയാർത്ഥികൾക്ക് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലവിലുണ്ട്. പക്ഷേ ഈ കരാറുമായിട്ട് എത്രത്തോളം ഹിസ്ബുള്ള സഹകരിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹിസ്ബുള്ള അവരുടെ നേതാവ് ഹസൻ നസ്രള്ളയ്ക്ക് കൊടുത്തൊരു വസിയത്താണ്. അവരുടെ വസിയത്ത് പ്രകാരം ഗസയിൽ സാധാരണക്കാരായ ജനങ്ങൾ സമാധാനത്തിൽ കഴിയുന്നത് വരെ ഇസ്രായേലുമായിട്ടൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കരുത് എന്നാണ്. മറ്റൊന്ന്, ഇറാൻ ആണ് അവരെ നയിക്കുന്നതെന്നാണ്. ഇറാൻ ആത്മീയ നേതാവ് ആയത്തുള്ള ഖമനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നൊരു സംഘടനയാണ് ഹിസ്ബുള്ള. ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തുനിയുന്ന ഒരവസരത്തിൽ ഹിസ്ബുള്ള ഇങ്ങനെ ഒരു കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമോ എന്നറിയില്ല. പക്ഷേ ആ മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ലെബനൻ സർക്കാരാണ് ഇതിന് മുൻകൈ എടുക്കുന്നതാണ്. ഹിസ്ബുള്ളയുടെ അഭിപ്രായങ്ങൾ, ഹിസ്ബുള്ള ഈ കരാറിന് സന്നദ്ധമാണ് എന്ന സ്ഥലങ്ങളിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ടെങ്കിൽ പോലും ഹിസ്ബുള്ള ഈ ചർച്ചകളുമായി എത്രത്തോളം സഹകരിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ മനസ്സിലാവും. ഇത് ഒരുപക്ഷെ ലെബനൻ സർക്കാരുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഉണ്ടാക്കുന്ന ഒരു കരാറാണോ? അമേരിക്കയും ഫ്രാൻസും കൂടി ഇതിൽ ഇൻവോൾവ് ആണ്. കാരണം നമുക്കറിയാം, ഫ്രാൻസ് എന്ന് പറയുമ്പോൾ അവരുടെ പഴയ കോളനികളോട് ഒരു ആത്മാർത്ഥത കാണിക്കുന്ന രാജ്യമാണ്. മറ്റുള്ള സാമ്രാജ്യത്വ രാജ്യങ്ങളെ പോലെയല്ല. ഫ്രാൻസിൻ്റെ കോളനിയായിരുന്നു ലെബനാൻ. അതുകൊണ്ട് തന്നെ ലെബനാൻ്റെ നിലനിൽപ്പ് ഫ്രാൻസിന് വളരെ ആഗ്രഹമുള്ള കാര്യമാണ്. ലെബനാൻ യുദ്ധരഹിതമായിരിക്കണമെന്നും യുദ്ധത്തിൻ്റെ കെടുതികൾ ആ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കരുതെന്നും വിചാരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണയുള്ള രാജ്യമാണ് ഫ്രാൻസ്. അതുകൊണ്ട് അവരും കൂടി ഇടപെട്ട് നടത്തുന്ന ഒരു കരാറാണിത്. അത് എത്രത്തോളം ഹിസ്ബുള്ളയും ഈ കരാറിൽ അനുകൂലിച്ച് അല്ലെങ്കിൽ ഒപ്പ് രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും വരും ദിവസങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം.
യുദ്ധരഹിതമായ ഒരു സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതിനെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.